നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമത 2025 എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷോറൂം ഹെഡ് BV അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ശ്രവണ സഹായി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണ പരിപാടിയും വനിതാ രത്ന പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ സഹധർമ്മിണി മേരി ആൽബിനാണ് ഈ വർഷത്തെ വനിതാ രത്ന പുരസ്കാരം സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. പഞ്ചായത്തിന്റെ 8.5 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 9.5 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. സലാം MLA കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗനവാടിക്കും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും സ്വന്തമായി സ്ഥലമുള്ള അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കുക എന്നത് MLA എന്ന നിലയ്ക്ക് ഞാനും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായൊരു സ്കീം ശിശു സൗഹൃദം അമ്പലപ്പുഴ എന്ന പേരിൽ നടപ്പാക്കി വരികയാണ്. ആ സ്കീമിൻ്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്ന് മാത്രമായി പുറക്കാട് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ 3 അംഗനവാടിക്ക് 20 ലക്ഷം രൂപ വീതം ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കെട്ടിടം ഇപ്പോൾ പൂർത്തീകരിച്ചു. ഒരെണ്ണം ഇപ്പോൾ അനുവദിച്ചത് 4-ാം വാർഡ് ഇവിടെ തന്നെയാണല്ലേ, 4-ാം വാർഡിൽ അതുപോലെ 8-ാം വാർഡിലും. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ അജേഷ്, അഡ്വക്കേറ്റ് VS ജിനുരാജ്, ICDS സൂപ്പർവൈസർ സന്ധ്യ വേണുഗോപാൽ, കാവ്യ, CDS അംഗം ജയശ്രീ, ADS പ്രസിഡന്റ് സിബി ജയൻ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമത 2025 എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിമൻസ് ഫോറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സംഗീത ഷംനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമത 2025 എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ഹരിതം ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഉദ്ഘാടനം ചെയ്തു. ഓരോ സ്ത്രീയും ഓരോ പെൺകുട്ടിയും സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം സമത്വവും ഈ സമൂഹത്തിനോട് വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് വനിതാ ദിനം നാം ആചരിക്കുമ്പോൾ ഒട്ടേറെ വ്യത്യസ്തമാർന്ന മുദ്രാവാക്യങ്ങളാകണം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, നമ്മുടെയൊക്കെ മനസ്സിലൂടെ പുറത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി പോലും എടുത്തു പറയുവാൻ പലപ്പോഴും സ്ത്രീകളുടേതായിട്ടുള്ള ജീവിതങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. തമാശയ്ക്കാണെങ്കിൽ നമ്മൾ പറയും, ചരിത്രം എപ്പോഴും ഹിസ് സ്റ്റോറിയാണ്, അവന്റെ കഥയാണ്, അത് ഹെർ സ്റ്റോറി അല്ല, അവളുടെ കഥയല്ല. എങ്കിൽ ചരിത്രത്തിൽ സ്ത്രീകൾ ഇല്ലാതിരുന്നോ എന്നുള്ളതും പണ്ട്. വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് സുചിത്ര ബി ഷേണായി യോഗത്തിൽ അധ്യക്ഷനായി. TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VS വിശ്വകല പോസിറ്റീവ് പേരന്റിംഗ് എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ S ബിജു, ഡോക്ടർ R കൃഷ്ണരാജ്,
ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ AR അബ്ദുൽ ജലീൽ, സെക്രട്ടറി അഖിൽ രാജ്, ട്രഷറർ PV ലതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി J മഹേശ്വരി ചടങ്ങിന് സ്വാഗതവും വനിതാ കമ്മിറ്റി അംഗം ഡോക്ടർ R രചന നന്ദിയും പറഞ്ഞു. വർക്കിംഗ് വിമൻസ് ഫോറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സംഗീത ഷംനാഥിനെ ചടങ്ങിൽ അനുമോദിച്ചു. യോഗത്തെ തുടർന്ന് സ്ത്രീകൾക്കായി സൗജന്യ ഹെൽത്ത് ക്യാമ്പും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം അധ്യക്ഷത വഹിച്ചു. YWCA ദേശീയ ഉപാധ്യക്ഷ ഡോക്ടർ ആനി തോമസ്, 2021-22 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കോനാട്ടുശ്ശേരി ഗവൺമെന്റ് LPS റിട്ടയർഡ് ഹെഡ് മിസ്ട്രസുമായ താഹിറ ബീബി, പവർ ലിഫ്റ്റിംഗ് ദേശീയ ഗോൾഡ് മെഡൽ ജേതാവ് V അമയ, പ്രായം കുറഞ്ഞ ബാഡ്മിന്റൺ താരവും സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2 തവണ സ്വർണം കരസ്ഥമാക്കിയ ശിവാനി ശിവകുമാർ എന്നിവരെ ഷോറൂം പ്രതിനിധികളായ S ഷെറീന, കവിത ലക്ഷ്മി, V ആതിര, CC ഡയാന എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചും മെമന്റോ നൽകിയും ആദരിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം സീനിയർ മാനേജർ KG അനൂജ് ചടങ്ങിന് സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ് നന്ദിയും പറഞ്ഞു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. HSLM MLA ശ്രവണ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 28 വയോജനങ്ങൾക്കാണ് ശ്രവണ സഹായികൾ നൽകിയത്. HSLM MLA ശ്രവണ സഹായിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 4 നൂറ്റാണ്ട് കഴിഞ്ഞു ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലെയും ഓരോ പ്രദേശത്തിലെയും ജനങ്ങൾക്കനുസരിച്ച്, അവരുടെ തൊഴിലിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് പദ്ധതി രൂപീകരിക്കാനും അത് കൃത്യമായി നടപ്പിലാക്കി ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഗുണം. ആ സാധ്യതയെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുത്തു. ആ ചടങ്ങിൽ അവിടെ കന്നഡ വിതരണമാണ് നടത്തിയത്. അത് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും കുട്ടികളുടെ കാഴ്ച പരിശോധിച്ചു. സാധാരണ ആരും പെട്ടെന്ന് കുട്ടികളുടെ കാഴ്ച പരിശോധിക്കാറില്ല. അപ്പൊ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് കാഴ്ച വാങ്ങുമ്പോൾ നമ്മൾ പോയി പരിശോധിക്കുകയും കന്നഡ വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. 111 നമ്പർ അംഗനവാടിയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, അംഗങ്ങളായ A നസീർ, J സിന്ധു, ICDS സൂപ്പർവൈസർ ജീന വർഗീസ്, M രഞ്ജുമോൾ എന്നിവർ സംസാരിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണ പരിപാടിയും വനിതാരത്ന പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ഷാദി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ സഹധർമ്മിണി മേരി ആൽബിനാണ് ഈ വർഷത്തെ വനിതാരത്ന പുരസ്കാരം സമ്മാനിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണവും വനിതാരത്ന പുരസ്കാര സമർപ്പണവും വനിതാ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പുന്നപ്ര സർവോദയ ശാന്തി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ലളിത കലവൂർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിച്ചുകൊണ്ട് ഒരു ദിനമായിട്ട് ആടുന്ന മാർച്ച് 8 വനിതാ ദിനം ഏതൊരു സ്ത്രീയും ഒരു പുരുഷന്റെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ആ സ്ത്രീയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മേരിയമ്മ. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്ന് ഓർത്തുപോകും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ കുഴഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഇത്രയും പേരെ വെച്ചാല് സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ മറ്റുള്ളവരെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരിൽ ഒരാളായിട്ട് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന അവരുടെ ജീവിതം ഒത്തിരി ത്യാഗപൂർണമായ ജീവിതങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ഇവിടം വരെ എത്തി. ചിലര് പല വഴിയിലും തളർന്നു പോകുന്നവരുണ്ട്. എന്നുവെച്ചാൽ പല വേദനകളും നിറഞ്ഞ ആ ജീവിതത്തിൽ പലതും നേരിടേണ്ടി വരുമ്പോൾ തളർന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന പലരുമുണ്ട്. കേരള സാബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കേരള സാബർമതി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക വേദി കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ പ്രതിഭകളെ പരിചയപ്പെടുത്തി. പള്ളിപ്പുറം സുപ്പീരിയർ വിസിറ്റേഷൻ കോൺവെന്റ് സിസ്റ്റർ മെറ്റിഡ ലോറൻസ് വനിതാ ദിന സന്ദേശം നൽകി. സാഹിത്യകാരി ലീല രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആശാ കൃഷ്ണാലയം, ബിനി രാധാകൃഷ്ണൻ, നിമ്മി അലക്സാണ്ടർ, ഫാദർ വിൻസെന്റ് ഈനാശു ചിറ്റിലപ്പള്ളി, ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, എം.ഇ. ഉത്തമക്കുറുപ്പ്, പി.എ. കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ സഹധർമ്മിണി മേരി ആൽബിന് ഈ വർഷത്തെ വനിതാരത്ന അവാർഡ് സമർപ്പിച്ചു. കൂടാതെ ആലപ്പുഴ ജില്ലാ ആശുപത്രി റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ടി ഷീല, സ്റ്റാഫ് നഴ്സുമാരായ ജമീല ഷമീർ, അമ്പിളി റാവു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ എം.എൽ.എ. എച്ച്. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമത 2025 എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ. ശോഭ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷോറൂം ഹെഡ് ബി അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ എം.എൽ.എ. എച്ച്. ശ്രവണ സഹായി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണ പരിപാടിയും വനിതാരത്ന പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ സഹധർമ്മിണി മേരി ആൽബിനാണ് ഈ വർഷത്തെ വനിതാരത്ന പുരസ്കാരം സമർപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.